സാർ നമസ്കാരം. നമസ്കാരം സാർ, ഞാനൊരു 4 വരി ഒരു കവിത ഒന്ന് ചൊല്ലിക്കോട്ടെ. കഴിവുള്ളപ്പോൾ കയ്യിൽ കാശുള്ളപ്പോൾ നിന്നെ പൂവിട്ടു പൂജിക്കും പുകഴ്ത്തിപ്പാടും. കാലങ്ങൾ മാറുമ്പോൾ കാലക്കേടാകുമ്പോൾ കാലന് പോലും വേണ്ടെന്നു തോന്നും. ഇത് ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ അവസ്ഥയെ വേണമെങ്കിൽ ഇങ്ങനെ ഉപമിക്കാമെന്ന് തോന്നുന്നുണ്ട്. വയലാറിൻ്റെ ഒരു ഗാനമാണത്. ഞാൻ പാടിയ വരികൾ മാത്രമാണ് ശരി, അതിൻ്റെ ട്യൂണൊന്നും വേറെയാണ്. ഇവിടെ ഇത് പറയാൻ കാരണം, വീണാ വിജയൻ്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് 4 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. ഈ 4 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നതാവട്ടെ മുഹമ്മദ് റിയാസ് എന്ന വീണാ വിജയൻ്റെ ഭർത്താവിൻ്റെയും മുൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിലും ഫ്ലാറ്റുകളിലുമാണ് എന്നുള്ളതാണ്. വീണാ വിജയൻ്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിലും പിണറായിലുള്ള വീട്ടിലും ഒക്കെ റെയ്ഡ് നടക്കുമ്പോൾ അന്ന് തടിച്ചുകൂടിയ CPM പ്രവർത്തകർ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്നത്. പിണറായി വിജയൻ്റെ വീടിൽ റെയ്ഡ് നടക്കുമ്പോൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച 26 CPM പ്രവർത്തകരിൽ 7 പേർക്ക് മാത്രമാണ് ജാമ്യം കിട്ടിയത്. ബാക്കി എല്ലാവരും ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുന്നു. ഇപ്പോൾ ഒരാളും പിണറായി വിജയനെയോ അല്ലെങ്കിൽ വീണയോ തിരിഞ്ഞു നോക്കാനുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് റെയ്ഡ് നടക്കുമ്പോഴും പിന്നീട് വീണാ വിജയനെ 10 മണിക്കൂർ നേരം 2 തവണയായി ചോദ്യം ചെയ്യപ്പോഴൊന്നും ഒരു കാരണവശാലും CPMൻ്റെ ഒരു പ്രവർത്തകൻ പോലും അങ്ങോട്ടേക്കൊന്നും തിരിഞ്ഞു നോക്കിയില്ല. കൊച്ചിയിലെ ED ഓഫീസിലേക്ക് വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കാറിൽ കൊണ്ടുവന്നാക്കിയത് ഭർത്താവ് മുഹമ്മദ് റിയാസ് മാത്രമാണ്. പിന്നീട് തിരിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹം മാത്രമാണ് രാത്രിയിൽ എത്തിയത്. ഒരു CPM പ്രവർത്തകരെയും കണ്ടില്ല. ഇപ്പോൾ കോഴിക്കോട് റെയ്ഡ് നടക്കുമ്പോഴും അതുതന്നെയാണ് അവസ്ഥ. പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ റെയ്ഡിന് ശേഷം വീണാ വിജയനും പിണറായി വിജയനുമെല്ലാം അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കഴിവുള്ളപ്പോൾ കയ്യിൽ കാശുള്ളപ്പോൾ നിന്നെ പൂവിട്ട് പൂജിക്കും പുകഴ്ത്തിപ്പാടും. കാലങ്ങൾ മാറും കാലക്കേടാകുമ്പോൾ കാലന് പോലും വേണ്ടെന്ന് തോന്നും. പിണറായി വിജയൻ്റെ ഭരണവും സ്വാധീനവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. പാർട്ടിയും മെല്ലെ മെല്ലെ പിണറായി വിജയനെ കൈയൊഴിയുന്നു എന്ന് വേണോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ? പ്രദീപിൻ്റെ പാട്ട് വളരെ ഗംഭീരമായി. അതിനെക്കാട്ടും നല്ലൊരു പാട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് നമ്മുടെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, 1000 പേര് വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. ആരെഴുതിയതാണ്? അത് വയലാറിൻ്റെ തന്നെയാണത്. വയലാറിൻ്റെ. അപ്പോൾ അത് വളരെ അർത്ഥവത്തുള്ള ഒരു പാട്ടാണ്. പ്രത്യേകിച്ചും ഇത് പിണറായി വിജയനെ ഉദ്ദേശിച്ച് എഴുതിയതാണോ എനിക്ക് സംശയമുണ്ട്. ആ ലെവലിലേക്കാണ് രണ്ടാമത് സാറ് പറഞ്ഞ പാട്ട് പിണറായി വയലാറിൻ്റെ ആണോ ശ്രീകുമാരൻ തമ്പിയുടെ ആണെന്ന് സംശയമുണ്ട്. എന്തായാലും അതിവിടെ പ്രസക്തമല്ല, വരികൾക്കാണ് എൻ്റെ പ്രാധാന്യം. അപ്പം ആ പാട്ട് തീർച്ചയായിട്ടും ഇന്നത്തെ അവസ്ഥയിൽ പിണറായിയിലേക്കും കുടുംബത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഒരു പാർട്ടി പ്രസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകരും അല്ലെങ്കിൽ മെമ്പർമാരുള്ള ഒരു പാർട്ടി പ്രസ്ഥാനം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ മണ്ണിനോട് ചേർന്നുകൊണ്ട് തുടങ്ങിയ മണ്ണിൻ്റെ സുഗന്ധമുള്ള പ്രസ്ഥാനം, മനുഷ്യജീവികളും മാത്രമല്ല പ്രകൃതി പോലും ഈ പ്രസ്ഥാനവുമായി വളരെ അടുത്ത ബന്ധമാണ്. മണ്ണും മനുഷ്യനും പ്രകൃതിയും വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജീവജാലങ്ങളെല്ലാം തന്നെ മാർക്സിൻ എന്ന് പറയുന്ന മഹത്തായ സിദ്ധാന്തത്തിന് അടിസ്ഥാനമാക്കി പാവപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യമാക്കി കേരളത്തിൻ്റെ സമ്പൂർണമായ വികസനം ഉദ്ദേശമാക്കി ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനം ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നു എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ കാൽച്ചോട്ടിൽ എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ പറ്റും. പിണറായി വിജയൻ ആരാണെന്നേരം കാൽച്ചോട്ടിൽ വന്ന് നിർത്താൻ? പിണറായി വിജയൻ 1998 മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് മാറുന്നത്. അതിനു മുമ്പ് അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പൈസ മേടിക്കാനും എങ്ങനെ ഭരണത്തിൽ വന്ന ശേഷം മന്ത്രിയായ ശേഷം എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ കോടികൾ ഉണ്ടാക്കാം എന്ന് അദ്ദേഹം പഠിക്കുന്നത്. മുമ്പ് തല്ലുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി നാടിന് വേണ്ടി പ്രവർത്തിച്ചുള്ള പിണറായി വിജയൻ എന്തിനാണ് ഈ നാടിനും പാർട്ടിക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നത്? സ്വന്തം കാര്യം കഴിഞ്ഞിട്ട് മതി, കൂടെ നിൽക്കുന്നവർ കുറച്ചുണ്ടാവുക, അതിന് ചില തന്ത്രങ്ങൾക്ക് ചില കൂടെ ഉള്ളവർക്ക് പൈസ കൊടുക്കുക, ബാക്കിയെല്ലാം നമുക്കെടുക്കാം എന്നുള്ളത് പഠിച്ചുകൊണ്ടാണ് 96 ലാവ്ലിൻ കേസുമായിട്ടുള്ള കരാറിലേക്ക് വരുന്നതും. അതിനു മുമ്പ് ലാവ്ലിൻ കേസിൻ്റെ ഇടനിലക്കാരനായ ദിലീപ് രാഘവൻ 2 കോടി രൂപയാണ് ഇലക്ഷൻ സമയത്ത് പിണറായി വിജയന് കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചു കൊടുത്തത്.
ഇത് എന്നോട് ആരാണ് പറയുന്നത് അറിയാമോ? കൃത്യമായി തെളിവുകൾ സഹിതം ദിലീപ് രാഹുലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദീപക് കുമാറാണ്. ദീപക് കുമാർ കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസിൻ്റെ മുന്നിലെ വീട്ടിലെ ഒരു ബന്ധുവായിരുന്നു. അവിടെ വന്നിട്ട് എന്നെ അന്വേഷിച്ച് വന്നതാണ്. ക്രൈമിൻ്റെ ഓഫീസ് അന്വേഷിച്ച് വരും, എന്നെ കാണുകയും ഞാൻ നടത്തുന്ന പോരാട്ടത്തിൽ ഇതൊന്നുമല്ല യഥാർത്ഥ കാര്യങ്ങൾ, ഇതിനേക്കാൾ വലിയ ഭീമമായ കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ എല്ലാ തെളിവുകൾ എൻ്റെ കൈവശമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന ഭൂലോക തട്ടിപ്പുകാരൻ ആയ ആള് വർക്കലക്കാരനായ ദിലീപ് രാഹുലൻ പിണറായി വിജയനെ എങ്ങനെയാണ് പണം എത്തിച്ചു കൊടുത്തതെന്ന് എന്നോടൊന്ന് പറയുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് ലാവ്ലിൻ കേസിൽ, അതായത് ഒരു സപ്ലൈ കരാർ പോലൊന്നും ഇല്ലാത്ത വെറും കൺസൾട്ടൻസി കരാർ മാത്രം 24 കോടിക്ക് ഒപ്പിട്ടിരുന്ന, 1 രൂപ പോലും ഗവൺമെൻറ് കൊടുക്കാതിരുന്ന കരാറിൽ പിണറായി വിജയനും ഈ ദിലീപ് രാഹുലിനും കൂടെ കാനഡയിൽ പോയി അവിടെ നിന്ന് ഉറപ്പിച്ചിട്ടാണ് 278 കോടി രൂപയ്ക്ക് കരാർ കൊടുക്കുക. അതായത് 100 കോടി രൂപയ്ക്ക് ഈ ബാലാന്തൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ബെൽ എന്ന് പറയുന്ന ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാം അടക്കം സപ്ലൈ അവിടേക്ക് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽ കൊടുക്കും, കൺസൾട്ടൻസി ഉണ്ടാവും, എല്ലാ നേതൃത്വം കൊടുക്കും, എന്തുണ്ടെങ്കിലും അവർ ഏറ്റെടുക്കും. ഇന്ത്യയിലെ നവരത്ന സ്ഥാപനം 100 കോടിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 2% പലിശയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്ന സ്ഥലത്താണ് 9% ആണെന്നാണ് എൻ്റെ ഓർമ്മ. ലാവ്ലിൻ കമ്പനിക്ക് അവിടുന്ന് ലോൺ എടുത്ത് കൊടുക്കാനായിട്ട് അവിടുന്ന് ലോൺ എടുത്ത് കൊടുക്കാനുള്ള ഏർപ്പെടുന്നത്. എങ്ങനെയാണ് ഇടപാട് അറിയാമോ? ഇവിടെ നിന്ന് പണം അടയ്ക്കും ഓരോ തവണയും. അതിൻ്റെ പണം എൻ്റെ ഒരു 100 രൂപ കിട്ടിയാൽ 25 രൂപ ആർക്കുള്ളതായിരിക്കും? പിണറായി വിജയനുള്ളതായിരിക്കും. അപ്പോൾ തന്നെ ലാവ്ലിൻ കമ്പനി നേരെ പിണറായി വിജയൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കും. അങ്ങനെയാണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് ഈ പറയുന്ന ലാവ്ലിൻ കമ്പനി കിക്ക് ബാക്ക് അയച്ചുകൊണ്ടിരുന്നത്. കൂടാതെ മലബാറിലെ ക്യാൻസർ രോഗികളോട് എന്ത് സ്നേഹമായിരുന്നു പറയും പിണറായി വിജയന്. ക്യാൻസർ രോഗികളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും സങ്കടം സഹിക്കുക വയ്യ. അതുകൊണ്ടാണ് മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് അവിടെയുള്ള ജനങ്ങളേക്ക് ക്യാൻസറൊക്കെ മാറ്റിക്കളയാം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം കൊണ്ട് അതിലേക്ക് 98.3 കോടി രൂപ ഈ പറയുന്ന ലാവ്ലിൻ വഴി കരേണ്ടി ഗവൺമെൻറ് അടക്കമുള്ള ഏജൻസികൾ ഡൊണേഷനായി കൊടുക്കാൻ തീരുമാനിച്ചത്. അതിൽ എത്ര പൈസ വന്നു? വെറും 11.25 കോടി രൂപ. അത് എവിടേക്കാണ് വന്നത്? പിണറായി വിജയൻ്റെ ബിനാമി സ്ഥാപനമായ ടെക്നിക്കാലിയ ചെന്നൈയിലേക്കാണ് വന്നത്. അവർക്ക് യാതൊരു അവകാശമില്ലേ ഫണ്ട് നേരിട്ടെന്ന് വരുത്താൻ. ഇപ്പം നമുക്കറിയാമല്ലോ ലൈഫ് മിഷൻ തട്ടിപ്പ് എങ്ങനെയാണ് നടന്നത്. ലൈഫ് മിഷനിലേക്ക് വരേണ്ട പണം പിണറായി വിജയൻ യൂണിടെക് എന്ന് പറയുന്ന സന്തോഷ് ഷിപ്പിൻ്റെ കമ്പനിയിലേക്ക് മാറ്റി. അത് FCRA ലംഘനമാണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ഗവൺമെൻറ് സ്ഥാപനമായ ഇതിലേക്ക് വരാൻ പാടുള്ളൂ. എന്നിട്ട് അവിടെയും മാറ്റാം, കൊടുക്കാം പണിക്ക്. പകരം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ? കമ്മീഷൻ അടിച്ച് മാറ്റാം, ആരും കണക്കും കാര്യം ചോദിക്കില്ല. അപ്പം ഇതാണ് നടക്കുന്നത്. പിണറായി വിജയൻ നടത്തുന്ന യഥാർത്ഥ രൂപങ്ങളാണത്. അങ്ങനെ അന്ന് തുടങ്ങിയ തട്ടിപ്പ് പിന്നീട് ഐസ്ക്രീം പാർലർ തട്ടിപ്പ് തുടങ്ങി. വലിയ പ്രമുഖ കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കുഞ്ഞാലിക്കുട്ടിയായി ഭയങ്കര ബന്ധമുണ്ടായ യൂസഫ് അലി തുടങ്ങിയുള്ള മുഹമ്മദ് അലി തുടങ്ങിയ പ്രമുഖരായ ബിസിനസ്സുകാരെയൊക്കെ പരിധിയിലാക്കി. കൈരളി ചാനൽ തുടങ്ങി. അങ്ങനെ ഘട്ടം ഘട്ടമായി മാർക്സിസ്റ്റ് പാർട്ടിയെ ഉപയോഗിച്ച്, ഗവൺമെൻറ്റിനെ ഉപയോഗിച്ച് വലിയ ബിസിനസ് മാഗ്നറ്റുകളായിട്ട് നല്ല ബന്ധമുണ്ടാവുകയും ഇതേപോലെ പല പദ്ധതികളും കൊണ്ടുവരിക, അതിലൂടെയൊക്കെ കോടികൾ ഊറ്റിയെടുക്കുകയും ചെയ്തു. ഈ പണമെല്ലാം കൃത്യമായി വിദേശത്തെത്തിച്ചു. കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി സിംഗപ്പൂരിൽ ആ കമ്പനിയിലേക്ക് 75 കോടി രൂപ വന്നതിൻ്റെ രേഖയാണ് നമ്മളെ മുഹമ്മദ് റിയാസ് എന്ന് തട്ടിക്കൊണ്ടുപോയത്, ഓഫീസ് കത്തിച്ചിട്ട്. ആ രേഖ കയ്യിലുള്ളതുകൊണ്ടാണ് മോളെ കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അത്രയും ബ്ലാക്ക് മെയിലിന് കുടുങ്ങാൻ പിണറായി തയ്യാറാവില്ല. മുഹമ്മദ് റിയാസ് തട്ടിയെടുത്ത ആ രേഖ പ്രകാരം 75 കോടി രൂപ ഈ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വേണ്ടി വരുന്ന പണമായിരുന്നു പിണറായി തട്ടിയെടുത്തത്. അപ്പോൾ എത്രമാത്രം ക്രൂരനാണ്, ഭീകരനാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണത്. ആ സ്ഥലത്ത് 3 വർഷമാണ് പിണറായിയുടെ മകൻ വർക്ക് ചെയ്തത്. അത് ഷാജഹാൻ ഈ അടുത്ത കാലത്ത് തൻ്റെ വീഡിയോയിൽ പറയുണ്ടായി. മാത്രമല്ല ഇവർ കുടുംബസമേതം ടൂറ് പോവുമായിരുന്നു. ഇവിടേക്ക് സിംഗപ്പൂർക്ക് 1, 2, 3 തവണ നമുക്ക് പ്രതീക്ഷിച്ചു. നിരവധി തവണ ഏറ്റവും കൂടുതൽ സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്തതിന് എയർ ഇന്ത്യയുടെ പ്രത്യേക സമ്മാനം കിട്ടിയ പത്രങ്ങൾ വന്നതാണ്. സാർ മലേഷ്യയുണ്ട്, സിംഗപ്പൂർ മാത്രമല്ല മലേഷ്യയുണ്ട്. അല്ല അന്ന് ഇപ്പൊ അടുത്ത കാലത്ത് മലേഷ്യ പോയി, കൊലാലംപൂരിൽ പോയിട്ട് ഇന്തോനേഷ്യ വേറെ ഈ ഒരു ആന്റിക് കൊണ്ടുപോയി കച്ചവടം ചെയ്ത വേറെ സംഭവമുണ്ട്. ആന്റിക് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ ഇവിടുന്ന് കിട്ടിയ റൈസ് പുള്ളർ എന്നൊക്കെ പറയുന്ന സാധനം അവിടെ കൊണ്ടുപോയി കടത്തി, ഒരു കപ്പലിൽ കടത്തി, ഇനി ശബരിമലയിൽ നിന്ന് കടത്തിയാണോ മറ്റേ അമ്പലങ്ങളിൽ കടത്തിയാണോ അറിയില്ല. പൗരാണിക മൂല്യമുള്ള അതെ. അപ്പോൾ അവിടെ കൊണ്ടുപോയി കച്ചവടം ചെയ്തു എന്നാണ് കുടുംബസമേതം പോയത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ പറയുന്ന പിണറായി വിജയൻ അങ്ങനെ പണമുണ്ടാക്കി പാർട്ടിയെ മറയാക്കി, അതേപോലെ
ഭരണം കിട്ടിയ ശേഷം മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് മറയാക്കി ഈ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് അകന്നാണ് പ്രവർത്തിച്ചിരുന്നത്. 41 വണ്ടി പോലീസിന് സഹായത്തോടെ ജനങ്ങളെ യാതൊരു ബന്ധമില്ല. പക്ഷെ അദ്ദേഹത്തിന് ബന്ധമുണ്ട്. കേരളത്തിലെ ഗുണ്ടാ മാഫിയ സംഘങ്ങളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അതിന് ഓരോ വാർഡ് തലത്തിലും പിണറായി വിജയൻ കൃത്യമായി പാർട്ടിയുടെ ഒരു നേതാവ്, അതിൻ്റെ ഇത് ഈ ഗുണ്ടാ മാഫിയകളെ നിയന്ത്രിക്കുന്ന ഒരാളും പിണറായി വിജയനെ നേരിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. മണ്ണ് നികത്തുക, പാറമട ലോബി തുടങ്ങി എല്ലാ മേഖലകളിലുള്ള എന്തൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നോ അതിനൊക്കെ കച്ചവടമാക്കി പൈസ അവിടെ എത്തിച്ചു കൊടുക്കും, കിട്ടും. ഈ പോലീസിൽ വല്ല ഒരു ഗുണ്ടാ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അവരാണല്ലോ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി. അതെ, പോലീസിൽ ADGP അജിത് കുമാറിനാണ് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നതല്ലേ. അപ്പൊ അതോടൊപ്പം തന്നെ BJP ധാരണയായി. അങ്ങനെയാണ് ഇപ്പൊ സുരേഷ് ഗോപിയെ തൃശ്ശൂരിന് ജയിപ്പിക്കാൻ വേണ്ടി ADGP അജിത് കുമാറിനേക്ക് ഇറക്കി അവിടെ തട്ടിപ്പതായത്. അതേപോലെ കഴിഞ്ഞ 2016 ഇലക്ഷനും 2021 ഇലക്ഷനും BJP മറച്ചു കുത്തിയിട്ടുണ്ട്. അവർ തമ്മിലുള്ള ധാരണ പ്രകാരമാണ് കൃത്യമായി കാര്യങ്ങൾ നീങ്ങിയത്. CPM-ന് വോട്ട് ചെയ്തു, CPM കുറെ അങ്ങോട്ട് വോട്ട് ചെയ്തു. അങ്ങനെയാണ് പരിപാടികൾ നടന്നിരുന്നത്. പക്ഷെ 2021-26 പൊളിഞ്ഞ് പാളീസായി. അപ്പം അങ്ങനെ അവർ പിണറായി വിജയൻ മനസ്സിൽ കരുതിയത് താൻ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ എല്ലാ കാലത്തും BJP ഗവൺമെൻറ് സംരക്ഷിച്ചുകൊള്ളും എന്നാണ്. 2026 ഇത്രയധികം വലിയ തിരിച്ചടി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമിത്ഷാ എന്നോട് പറഞ്ഞ പോലെ 3 സീറ്റ് വിജയിപ്പിച്ചെടുത്താൽ മതി തിരുവനന്തപുരത്ത്, കേരളത്തിൽ. അത് 3 സീറ്റ് പിണറായി വിജയൻ വിജയിപ്പിച്ചെടുത്തെങ്കിലും നാട്ടിലെ CPIM-ലും BJP-യിലെ അണികൾ എന്ത് ചെയ്തു? തിരിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്തത് മനസ്സിലാക്കിയ. ഇതോടുകൂടിയിട്ടാണ് പിണറായി വിജയൻ വീണിരിക്കുന്നത്. വീണപ്പോൾ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഗുണ്ടാ മാഫിയകൾ മാത്രം ബന്ധമുള്ള ഒരു നേതാവായി മാറി. ഒരു VS അച്യുതാനന്ദൻ്റെ ഒരു പരിപാടിക്ക് 10,000 ഒഴുകിയെത്തും. പിണറായി വിജയൻ്റെ പരിപാടിക്കോ ആരും തിരിഞ്ഞു നോക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങോട്ട്. പിന്നെ നിർബന്ധപൂർവ്വം വരുന്നതാണ്. ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കാർക്കിച്ച് തുപ്പ് മാർക്സിസ്റ്റ് പാർട്ടി അണികൾ. ഇപ്പൊ ഗുണ്ടാ സെറ്റപ്പും പോയി, ഇപ്പൊ എല്ലാവരും പോയി. പിണറായി വിജയൻ ഇപ്പോൾ ആരുമില്ലാത്ത ഒരാളായി മാറി. തിരുവനന്തപുരത്ത് ED റെയ്ഡ് വന്നപ്പോൾ ആ ഗുണ്ടാ സെറ്റപ്പ് ഉള്ള ആളുകൾ വന്നിരുന്നു. അവിടെ അവർ അടിക്കുകയും തകർക്കുകയും എല്ലാം ചെയ്തത് അങ്ങനെയാണ്. ഇപ്പോൾ അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്തപ്പോൾ പിണറായി വിജയനെ പോയി സംരക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ജയിലിൽ കിടന്ന് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. എൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ സ്ട്രോങ് ആവുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സ്ട്രോങ് ആയി. ഇപ്പോൾ അങ്ങനെ അവസാനം ഈ കഴിഞ്ഞ തിരുവനന്തപുരത്തെ എൻഫോഴ്സ്മെൻറ്റ് നടപടി ശേഷം പിന്നീട് നടന്ന സംഭവങ്ങളിലെല്ലാം തന്നെ ഒരു കുട്ടിയുടെ സഹായം പിണറായി വിജയനോ അതേപോലെ മകൾക്കോ മകനോ ഉള്ള പരിപാടി, മരുമാനോ ഉള്ളതിൽ വന്നില്ല. ഇപ്പോൾ കോഴിക്കോട് റെയ്ഡ് നടക്കുമ്പോൾ ഒരു കുട്ടി തിരിഞ്ഞു നോക്കാനില്ല അങ്ങോട്ട്. കാരണം കോഴിക്കോട് CPM-ൻ്റെ അണികൾക്കോ നേതാക്കന്മാർക്കോ ഈ റിയാസിനെ കണ്ണിഷ്ടിച്ച കണ്ടുകൂടാ. അത്രയും വെറുപ്പാണ്, അറപ്പാണ്. കാരണം പാർട്ടിയെ നശിപ്പിച്ച അന്തകൻ എന്നുള്ള രൂപത്തിലാണ് റിയാസിനെ കാണുന്നത്. അതേപോലെ നമ്മുടെ എളമരം കരീമിനെ കാണുന്നത്. അങ്ങനെ ആണ് പിണറായി വിജയനെ കാണുന്നത്. ഇന്ന് കേരളം മുഴുവൻ ഇവരെ കാണുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തിരിച്ചടി ഉണ്ടായതും കോഴിക്കോട് തന്നെയായിരുന്നല്ലോ. കോഴിക്കോട് 13 സീറ്റിൽ 12 സീറ്റും UDF പിടിച്ചെടുത്തു എന്ന് പറയുന്ന അത്ഭുതമാണ്. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ കോൺഗ്രസിന് കേരളത്തിൽ ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഇത്ര സീറ്റ് കിട്ടിയിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. എങ്ങനെ നോക്കിയാലും ഒരു പകുതിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഫുൾ സീറ്റ് എന്നുള്ള രൂപത്തിലേക്കാണ് പോയത്. 12 PV അൻവർ അല്ലായിരുന്നു ബേപ്പൂരിലെ സ്ഥാനാർത്ഥിയെങ്കിൽ ആ സീറ്റ് കൂടി UDF പിടിച്ചെടുക്കുമായിരുന്നു. 13-ൽ 12 സീറ്റ് എടുത്ത് ചരിത്രം സൃഷ്ടിച്ചു. മലപ്പുറവും കോഴിക്കോടും കൂടെ കൂട്ടുമ്പോൾ 28 സീറ്റാണ് 2 സ്ഥലം കൂടി കിട്ടുന്നത്. അതേ എറണാകുളം കൂടെ കൂട്ടുമ്പോൾ 42 സീറ്റാണ്. ഈ 3 ജില്ലകൾ പൂർണ്ണമായിട്ട് UDF-ന്റെ കൂടെ പോയി എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി അണികൾ ഇപ്പോൾ ബോധവാന്മാരാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തി അതിലൂടെ കോടികൾ, ഏകദേശം 1 ലക്ഷം കോടിയിൽ മേധ രൂപ വിദേശത്ത് സുരക്ഷിതമായി എത്തിച്ച ഒരാളാണെന്നും തൻ്റെ മകൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ഒരാളാണെന്നും പാർട്ടിയെ വളർത്തുകയല്ല, പാർട്ടിയെ നന്നാക്കുകയല്ല, വാതുറന്നാൽ കള്ളം മാത്രം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന, അതേപോലെ പാവപ്പെട്ട പീഡിതവർഗത്തിനോട് ഒരു മണ്ണാങ്കട്ടിയും ചെയ്യാത്ത പുച്ഛത്തോട് കണ്ടിരുന്ന, നമുക്കറിയാം ആശാവർക്കന്മാരുടെ സമയത്തെ പുച്ഛത്തോട് കൂടിയിട്ടാണ് പിണറായി വിജയൻ കണ്ടത്. അങ്ങനെയുള്ള പിണറായി വിജയനെ ഇപ്പോൾ ഒരു കുട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് മുഹമ്മദ് റിയാസിൻ്റെ റെയ്ഡ് നടന്നു കഴിഞ്ഞാൽ
എനിക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട നിഖിലിൻ്റെയും അതേപോലെ നന്ദുലാലിൻ്റെ അടക്കമുള്ള വീടുകൾ റെയ്ഡ് നടന്നു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല റെയ്ഡ് വരാൻ പോണത്, ഇനിയും വലിയ ഭീകരമായ റെയ്ഡുകൾ വരാൻ പോകുന്നുണ്ട്. അത് ചിലപ്പോൾ അർജുൻ ആയെങ്കിൽ വെളിപ്പെടുത്തിയ നിലവറകളുടെ കാര്യത്തിലായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അവസാനിക്കുന്നില്ല. വേററുത്ത് മാർക്സിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായി നശിപ്പിച്ച് അതിൻ്റെ അന്തകനായി തീരും പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഒരു കുട്ടിയും തിരിഞ്ഞു വെക്കാൻ ഉണ്ടാവില്ല, എല്ലാവരും കല്ലെറിയും എന്നുള്ളതാണ് സത്യം.